അസ്സലാമു അലൈക്കും. ജാഹിലിയ കാലഘട്ടത്തിലെ അറബി കവിതയിൽ നിന്നും UGC നെറ്റ് എക്സാമിന് ഇതുവരെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, മൻ മിന ശുഅറാഇൽ മദ്കൂരീന അദ്നാഹു ലം യകുൻ മിൻ ശുഅറാഇൽ മുഅല്ലഖാത്തി സബഅ. താഴെ പറയപ്പെടുന്ന കവികളിൽ ആരാണ് മുഅല്ലഖകളുടെ കവികളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ഇംറുൽ ഖൈസ്, ഓപ്ഷൻ ബി തൊർഫ, ഓപ്ഷൻ സി അഷൻഫറ, ഓപ്ഷൻ ഡി സുഹൈർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അഷൻഫറയാണ്. ഷൻഫറ സഅലൂക്ക് കവികളിലാണ് ഉൾപ്പെടുന്നത്. ഇംറുൽ ഖൈസ്, തൊർഫത്ത് ബിൻ അബ്ദ്, സുഹൈർ ബിൻ അബി സലമ മുഅല്ലഖകളുടെ കവികളിലാണ് വരുന്നത്. അടുത്ത ചോദ്യം, മൻ ഖായിലു ഹാദൽ ബൈത്ത്. താഴെ കൊടുത്ത ബൈത്ത് ആരാണ് പറഞ്ഞിരിക്കുന്നത്? അലാ ലാ യജ്ഹലൻ അഹദുൻ അലൈന ഫനജ്ഹല ഫൗഖ ജഹ്ലിൽ ജാഹിലീന. ഒരുപാട് വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ സമൗ അലിബിൻ അദിയ, ഓപ്ഷൻ ബി അൻതർത്ത് ബിൻ ഷദ്ദാദ്, ഓപ്ഷൻ സി അംറു ബിൻ കുൽസൂം, ഓപ്ഷൻ ഡി ഇംറുൽ ഖൈസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അംറു ബിൻ കുൽസൂമാണ്. അംറു ബിൻ കുൽസൂമിന്റെ മുഅല്ലഖയിലെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഫഖ്രിയായിട്ട് ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ പാടിയൊരു ബൈത്താണ്. അതായത്, അല ലാ യജ്ഹലൻ അഹദുൻ അലൈന. അറിയണേ, ആരും തന്നെ ഞങ്ങളുടെ ഗോത്രത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ മൈൻഡ് ചെയ്യാതിരിക്കലില്ല, പരിഹസിക്കലില്ല. ഫനജ്ഹല ഫൗഖ ജഹ്ലിൽ ജാഹിലീന. ഇനി ആരെങ്കിലും അങ്ങനെ ഞങ്ങളുടെ ഗോത്രത്തെ തരം താഴ്ത്തുകയോ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ അത്തരത്തിൽ മോശമായി പെരുമാറിയാൽ ജാഹിലിയ കാലഘട്ടത്തിലെ അജ്ഞതയേക്കാൾ ഉപരിയായി ഞങ്ങൾ മറുപടി നൽകും. അതായത് അവരുടെ ഗോത്രത്തിന്റെ മഹിമയും ശക്തിയും തുറന്നു കാണിക്കുകയാണ് ഈ ഒരു വരികളിലൂടെ ചെയ്യുന്നത്. എങ്ങനെയാണോ അംറു ബിൻ കുൽസൂമിന്റെ തഗ്ലബ് ഗോത്രത്തെ ആളുകൾ പെരുമാറുന്നത്, അതിനേക്കാൾ ഇരട്ടിയായി അവർ തിരിച്ച് ആക്രമിക്കുക തന്നെ ചെയ്യും. അടുത്ത ചോദ്യം, അംറു ബിൻ കുൽസൂം മിൻ ശുഅറാ. അംറു ബിൻ കുൽസൂം ഏത് കാലഘട്ടത്തിലെ കവിയാണ്? ഓപ്ഷൻ എ അൽ അസ്റുൽ ഉമവി, ഓപ്ഷൻ ബി അൽ അസ്റുൽ അബ്ബാസി, ഓപ്ഷൻ സി അൽ അസ്റുൽ ജാഹിലി, ഓപ്ഷൻ ഡി അൽ അസ്റുൽ ഇസ്ലാമി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അൽ അസ്റുൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ കവിയാണ് അംറു ബിൻ കുൽസൂം. മൻ കാന മിൻ ശുഅറാഇൽ മുഅല്ലഖാത്ത്. താഴെ കൊടുത്തതിൽ ആരാണ് മുഅല്ലഖകളുടെ കവി? ഓപ്ഷൻ എ അഷൻഫറ, ഓപ്ഷൻ ബി അംറു ബിൻ മഅദ് യക്റബ്, ഓപ്ഷൻ സി തഅബ്ബത്ത് ഷറ, ഓപ്ഷൻ ഡി അൻതറ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അൻതറയാണ് മുഅല്ലഖകളുടെ കവികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, യുഅ്തബറു അശ്അറു ശുഅറാ മിനൽ അസ്രിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച കവിയായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ സുഹൈർ ബിൻ അബി സലമ, ഓപ്ഷൻ ബി അൽ അഴ്ഷ, ഓപ്ഷൻ സി അൻതറ, ഓപ്ഷൻ ഡി ഇംറുൽ ഖൈസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇംറുൽ ഖൈസ് ആണ് ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച കവിയായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മൻ തഹദ്ദസ ഫീ ശഅരിഹി അൻ ഹുറൂബി ദാഹിസ് വ ഗബ്ര. ദാഹിസ് വ ഗബ്ര യുദ്ധത്തെക്കുറിച്ച് തന്റെ കവിതയിൽ പരാമർശിച്ചിരിക്കുന്നത് ഏത് കവിയാണ്? ഓപ്ഷൻ എ ഇംറുൽ ഖൈസ്, ഓപ്ഷൻ ബി അൽ അഴ്ഷ,
ഓപ്ഷൻ സി അൻതറ. ഓപ്ഷൻ ഡി സുഹൈർ ബിൻ അബി സലമ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സുഹൈർ ബിൻ അബി സലമയാണ് തന്റെ മുഅല്ലഖയിൽ ദാഹിസ് വഗബ്ര യുദ്ധത്തെക്കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം, മൻ ഹുവ അൽ മലിക്കുൽ ലൊലീൽ. ആരാണ് വഴികേടിലായിട്ടുള്ള രാജാവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്? അൽ മലിക്കുൽ ലൊലീൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ തൊർഫത്ത് ബിൻ അബ്ദ്. ഓപ്ഷൻ ബി സുഹൈർ ബിൻ അബി സലമ. ഓപ്ഷൻ സി ലബീദ് ബിൻ അബി റബിയ. ഓപ്ഷൻ ഡി ഇംറുൽ ഖൈസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇംറുൽ ഖൈസ് ആണ്. ഇംറുൽ ഖൈസിന് ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതിലൊരു പേരാണ് അൽ മലിക്കുൽ ലൊലീൽ എന്നുള്ളത്. അടുത്ത ചോദ്യം, മൻ ഹിയ അശ്ശാഇറ അൽ ജാഹിലിയ. താഴെ കൊടുത്തതിൽ ആരാണ് ജാഹിലിയ കാലഘട്ടത്തിലെ അശ്ശാഇറത്ത്? ഓപ്ഷൻ എ ഫദ്വ തൂഖാൻ. ഓപ്ഷൻ ബി മാരി ബിൻത് ഇല്യാസ് അസിയാദ. ഓപ്ഷൻ സി അൽ ഖൻസാ. ഓപ്ഷൻ ഡി നാസിക്കുൽ മലായിക്ക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അൽ ഖൻസാ ആണ് ജാഹിലിയ കാലഘട്ടത്തിലെ ഷാഇറത്ത്. അടുത്ത ചോദ്യം, മനിൽ ഖായിൽ. താഴെ കൊടുത്ത ബൈത്ത് ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഖിഫ നബിക്കി മിൻ ദിക്ര ഹബീബി വമൻസിലിൻ ബിസിഖത്തിൽ ലിവ ബൈന ദഖൂലി ഫഹൗമലി. ഓപ്ഷൻ എ സുഹൈർ ബിൻ അബി സലമ. ഓപ്ഷൻ ബി ഇംറുൽ ഖൈസ്. ഓപ്ഷൻ സി അംർ ബിൻ കുൽസൂം. ഓപ്ഷൻ ഡി തൊർഫത്ത് ബിൻ അബ്ദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇംറുൽ ഖൈസ് ആണ്. ഇംറുൽ ഖൈസിന്റെ മുഅല്ലഖയിലെ മത്ലആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തുടക്കത്തിലെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഖിഫ നബ്കി മിൻ ദിക്ര ഹബീബി വമൻസിലിൻ. ഇംറുൽ ഖൈസ് തന്റെ കൂട്ടുകാരോട് നിൽക്കാനും പിന്നീട് തന്റെ പ്രണയിനിയുടെയും അവരുടെ വീടുകളെയും ഓർത്ത് കരയാനും വേണ്ടി ആവശ്യപ്പെടുന്നു. ബിസിഖത്തിൽ ലിവ ബൈന ദഖൂലി ഫഹൗമലി. ദഹൂലിന്റെയും ഹൗമലിന്റെയും ഇടയിലുള്ള സിഖത്തുൽ ലിവയിലാണ് തന്റെ പ്രണയിനിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇസ്മുൽ അർഷ അൽ കാമിൽ. ജാഹിലിയ കാലഘട്ടത്തിലെ കവിയായിട്ടുള്ള അർഷയുടെ പൂർണ്ണനാമം എന്താണ്? ഓപ്ഷൻ എ ഹാരിസ് ബിൻ ഔഫ്. ഓപ്ഷൻ ബി ഹർമ ബിൻ സിനാൻ. ഓപ്ഷൻ സി മൈമൂൻ ബിൻ ഖൈസ്. ഓപ്ഷൻ ഡി ജുന്ദഹ് ബിൻ ഹജർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മൈമൂൻ ബിൻ ഖൈസ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, അൻതറ ബിൻ അംർ ബിൻ ഷദ്ദാദ് കാന മിൻ ഖബീല. അൻതറത്ത് ബിൻ ഷദ്ദാദ് ഏത് ഖബീലയിൽ നിന്നുള്ളതാണ്? ഓപ്ഷൻ എ തഗ്ലബ്. ഓപ്ഷൻ ബി ബനു കുലൈബ്. ഓപ്ഷൻ സി ബനു അബ്സ്. ഓപ്ഷൻ ഡി ഖുറൈഷ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബനു അബ്സ് എന്നുള്ളതാണ്. ജാഹിലിയ കാലഘട്ടത്തിലെ കവികളെ പഠിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഗോത്രം കൂടി പഠിക്കണം. അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സി എന്ന് വേണം പഠിക്കാൻ. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം പഠിക്കുന്നതോടൊപ്പം തന്നെ ഗോത്രവും ചേർത്തി പഠിക്കണം. അടുത്ത ചോദ്യം, റുദ്ദ മിൻ ഫുഹൂലി ശുഅറാ വഹുവ ദൂനൽ 20. 20 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ കൂറ്റൻ കവികളിലാണ് ഇദ്ദേഹത്തെ എണ്ണപ്പെട്ടിരുന്നത്. ഓപ്ഷൻ എ ഹസ്സാൻ ബിൻ സാബിത്. ഓപ്ഷൻ ബി സുഹൈർ ബിൻ അബി സലമ. ഓപ്ഷൻ സി അൽ ഹാരിസ് ബിൻ ഹില്ലീസ. ഓപ്ഷൻ ഡി തൊർഫത്ത് ബിൻ അബ്ദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി തൊർഫത്ത് ബിൻ അബ്ദ് ആണ്. അടുത്ത ചോദ്യം, മിൻ ശുഅറാഇൽ മുഅല്ലഖാത്തി സബ്. 7 മുഅല്ലഖ കവികളുടെ
കൂട്ടത്തിൽ വരുന്നത് ആരാണ്? ഓപ്ഷൻ എ ഖുസ് ബിൻ സാഅദ, ഓപ്ഷൻ ബി അലി ബിൻ അബി ത്വാലിബ്, ഓപ്ഷൻ സി സുഹൈർ ബിൻ അബി സലമ, ഓപ്ഷൻ ഡി ജരീർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സുഹൈർ ബിൻ അബി സലമയാണ്. മൻ ഖായിലു ഹാദൽ ബൈത്ത്, താഴെ കൊടുത്ത ബൈത്തിന്റെ ഉടമ ആരാണ്? ലിസാനുൽ ഫതാ നിസ്ഫുൻ വ നിസ്ഫുൻ ഫുആദുഹു ഫലം യബ്ഖ ഇല്ലാ സൂറത്തൽ ലഹ്മി വദ്ദമി. ഓപ്ഷൻ എ സുഹൈർ ബിൻ അബി സലമ, ഓപ്ഷൻ ബി അൽ ഖൻസാവ്, ഓപ്ഷൻ സി അൽ മുത്തനബി, ഓപ്ഷൻ ഡി കഅബ് ബിൻ സുഹൈർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സുഹൈർ ബിൻ അബി സലമയാണ്. സുഹൈർ ബിൻ അബി സലമയുടെ മുഅല്ലഖയിലുള്ള വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിസാനുൽ ഫതാ നിസ്ഫും വ നിസ്ഫുൻ ഫുആദുഹു. ഒരു പൂർണ്ണമായ മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ പകുതി ബുദ്ധിയും അവന്റെ പകുതി അവന്റെ സംസാരവുമാണ്. ഫലം യബ്ഖ ഇല്ലാ സൂറത്തൽ ലഹ്മി വദ്ദമി. ഇവ രണ്ടും ഇല്ലെങ്കിൽ കേവലം അത് രക്തവും മാംസവും മാത്രമാകുന്നു. അതായത് ഒരു മനുഷ്യനെ നമ്മൾ അളക്കുന്നതും വില കൊടുക്കുന്നതും എല്ലാം അവന്റെ രൂപം കണ്ടിട്ടല്ല, അവന്റെ ബുദ്ധിയും അതുപോലെ തന്നെ സംസാരവുമാണ്. അവന്റെ ചിന്തയും അതുപോലെ തന്നെ അവന്റെ സംസാരവുമാണ് ഏതൊരു മനുഷ്യന്റെയും വിലപ്പെട്ട രണ്ട് വസ്തു എന്ന് പറയുന്നത്. ലിസാനും അതുപോലെ തന്നെ അവന്റെ ഖൽബുമാണ്. അടുത്ത ചോദ്യം, ഇസ്മുൽ ഖൻസാ അൽ കാമിൽ. ജാഹിലിയ കാലഘട്ടത്തിലെ ഷാഇറത്തായിട്ടുള്ള ഖൻസാഇന്റെ ഫുൾ നെയിം എന്താണ്? ഓപ്ഷൻ എ ആയിഷ ബിൻത് ഷാത്തി, ഓപ്ഷൻ ബി തുമാലർ ബിൻത് അമ്ര, ഓപ്ഷൻ സി മലിക്കത്ത് ബിൻതുൽ ജർവൽ, ഓപ്ഷൻ ഡി റബിയ ബിൻതുൽ ഖുറൈഷി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി തുമാലർ ബിൻത് അമ്ര എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, മനിൽ ഖായിൽ. താഴെ കൊടുത്ത ബൈത്ത് ആരാണ് പറഞ്ഞിരിക്കുന്നത്? അഫാത്തിമ മഹ്ലൻ ബഅല ഹാദ തദല്ലുലി വ ഇൻ കുന്തി അസ്മഅത് സിർമി ഫജ്മിലി. ഓപ്ഷൻ എ ഇംറുൽ ഖൈസ്, ഓപ്ഷൻ ബി അൻതർത്ത് ബിൻ ഷദ്ദാദ്, ഓപ്ഷൻ സി അന്നാബിഗത്തു ദുബിയാനി, ഓപ്ഷൻ ഡി സുഹൈർ ബിൻ അബി സലമ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇംറുൽ ഖൈസ് ആണ്. ഇംറുൽ ഖൈസിന്റെ മുഅല്ലഖയിലുള്ള വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഫാത്തിമ മഹ്ലൻ ബഅല ഹാദ തദല്ലുലി. തന്റെ പ്രണയിനിയായ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് കവി പറയുകയാണ്, ഫാത്തിമയെ മഹ്ലൻ ബഅല ഹാദ തദല്ലുലി, നീ ഈ ഒരു കാര്യം സൗമ്യമാക്കണം. വ ഇൻ കുന്തി അസ്മഅതി സുർമി ഫജ്മലി. നീ വേർപിരിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ബന്ധം വേർപെടുത്താൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് മനോഹരമാക്കണം. അതായത് കൂടുതൽ സങ്കടപ്പെടുത്താതെ വളരെ സൗമ്യമായിട്ട് വേണം നീ വേർപിരിയാൻ. അടുത്ത ചോദ്യം, മിൻ കിബാരി ശുഅറാഇ ഫിൽ അസ്റിൽ ജാഹിലി തൂഫി ഖബ്ലൽ ഹിജ്റ ബി 11 സന വഖദ് അസ്ലമ വലദാഹു. ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കവികളിൽപ്പെട്ട ഒരു കവിയാണ്. അദ്ദേഹം ഹിജ്റയുടെ 11 വർഷം മുമ്പ് തന്നെ മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 2 മക്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ അഷൻഫറ, ഓപ്ഷൻ ബി ത്വർഫത്ത് ബിൻ അബ്ദ്, ഓപ്ഷൻ സി അംർ ബിൻ കുൽസൂം, ഓപ്ഷൻ ഡി സുഹൈർ ബിൻ അബി സലമ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സുഹൈർ ബിൻ അബി സലമയാണ്. അദ്ദേഹത്തിന്റെ 2 മക്കളായിട്ടുള്ള കഅബ് ബിൻ സുഹൈറും ബുജൈർ ബിൻ സുഹൈറും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഷാഇറുൻ ജാഹിലി റായിഖുൽ ഉസ്ലൂബ് നബീലുൽ ഖർൽ ഇല്ല അന്നഹു മുഖല്ലും ഫി ഷഅരിഹി.
ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു കവിയാണ്. വളരെ മനോഹരമായ ശൈലിയാണ് അദ്ദേഹം കവിതയിൽ ഉപയോഗിക്കാറ്. മാത്രമല്ല ലക്ഷ്യബോധത്തോടു കൂടിയാണ് കവിത രചിക്കാറ്. അദ്ദേഹത്തിന്റെ കവിതയിലെ ഒരു വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അബാ ഹിന്ദ് ഫല തഅ്ജൽ അലൈന വൻളുർന നഖ്ബിറുക അൽ യഖീന. ഓപ്ഷൻ എ അൽ ഹാരിസ് ബിൻ ഹില്ലിസ, ഓപ്ഷൻ ബി അംർ ബിൻ കുൽസൂം, ഓപ്ഷൻ സി ഹാത്തിം ത്വാഇ, ഓപ്ഷൻ ഡി ലബീദ് ബിൻ റബീഅ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അംർ ബിൻ കുൽസൂം ആണ്. അംർ ബിൻ ഹിന്ദ്, ഹീറയിലെ രാജാവായിട്ടുള്ള അംർ ബിൻ ഹിന്ദിന്റെ കുഞ്ഞിയത്താണ് അബാ ഹിന്ദ് എന്നുള്ളത്. അംർ ബിൻ ഹിന്ദ് രാജാവിനെ വിളിച്ചുകൊണ്ട് അംർ ബിൻ കുൽസൂം പറയുകയാണ്, ഒരിക്കലും ഞങ്ങളുടെ മേൽ വിധി നിർണയിക്കുന്നതിൽ അംർ ബിൻ ഹിന്ദ് നീ ധൃതിപ്പെടേണ്ട. തീർച്ചയായും ഉറപ്പുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കൂ. അതായത് അപൂർണമായ അറിവുകൾ വെച്ചിട്ടൊന്നും നീ വിധി നടപ്പാക്കേണ്ട ആവശ്യമില്ല. ശരിക്ക് ഉറപ്പുള്ള വാർത്ത നിന്നെ അറിയിക്കുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കൂ. ഹീറയിലെ രാജാവായ അംർ ബിൻ ഹിന്ദിന്റെ കൊല്ലുന്ന വ്യക്തി അംർ ബിൻ കുൽസൂമാണ്. അടുത്ത ചോദ്യം, കാന അലാ ഖുലുഖിൻ അലീം ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഇബ്നതിഹി ഫീഹി യാ ജാരിയ ഹാദിഹി സിഫത്തുൽ മുഅ്മിൻ ലൗ കാന അബൂക ഇസ്ലാമിയൻ ലതർഹംന അലൈഹി. അദ്ദേഹം സൽസ്വഭാവത്തിന്റെ ഉടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള സഫാനയോട് പറയുകയുണ്ടായി, യാ ജാരിയ, അല്ലയോ പെണ്ണെ, ഹാദിഹി സിഫത്തുൽ മുഅ്മിൻ, ഇത് സത്യവിശ്വാസിയുടെ ഒരു വിശേഷണമാണ്, ഒരു ഗുണമാണ്. ലൗ കാന അബൂക ഇസ്ലാമിയൻ, നിന്റെ പിതാവ് ഇസ്ലാം ആയിരുന്നുവെങ്കിൽ ലതർഹംന അലൈഹി, അദ്ദേഹത്തിന് കരുണ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഏത് വ്യക്തിയെ കുറിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്? ഓപ്ഷൻ എ ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത്, ഓപ്ഷൻ ബി തഅബത്ത് ഷറ, ഓപ്ഷൻ സി ഹാത്തിം ത്വാഇ, ഓപ്ഷൻ ഡി ത്വർഫത്ത് ബിൻ അൽ അബ്ദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഹാത്തിം ത്വാഇ. അതായത് ഹാത്തിം ത്വാഇയുടെ മകളായിട്ടുള്ള സഫാന ബിൻത് ഹാത്തിം ത്വാഇ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. രണ്ട് റിപ്പോർട്ട് കാണുന്നുണ്ട്. പോയത് തൻ്റെ പിതാവിൻ്റെ കടങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു തരൂ എന്ന് ചോദിച്ചിട്ടും, അല്ല ആ ഒരു മകളെ അടിമത്തത്തിൽ നിന്ന് മോചിതയാക്കാൻ വേണ്ടി അപേക്ഷിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയതെന്നും കാണുന്നുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ വിളിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊടുത്തു. വളരെ മാന്യമായിട്ടായിരുന്നു ഹാത്തിം ത്വാഇയുടെ മകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറിയിരുന്നത്. എന്നിട്ട് സഹാബികളോട് പറഞ്ഞു, ഈ ഒരു പെൺകുട്ടിയോട് നിങ്ങൾ മാന്യമായി വേണം, സൗമ്യമായി വേണം പെരുമാറാൻ. കാരണം ഇവരുടെ പിതാവ് വളരെയധികം ജൂതും കറുമും ഉള്ള വ്യക്തിയായിരുന്നു, ഔദാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു, സൽ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മാന്യമായി പെരുമാറിയത് കണ്ട് അവരുടെ കുടുംബം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം, ഷാഇറുൻ കബീറുൻ ഖീല അന്നഹു അവ്വലു മൻ വഖഫ അലൽ അത്ലാൽ വബക അലൽ ദിയാർ വശബ്ബബ ബിന്നിസാ. ഒരു പ്രമുഖനായ കവിയാണ്. പറയപ്പെടുന്നത് അദ്ദേഹമാണ് ആദ്യമായി അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് വീടുകൾക്ക് വേണ്ടി കരഞ്ഞതും സ്ത്രീകളെ കുറിച്ച് പ്രണയരൂപത്തിലുള്ള കവിതകൾ പാടിയതും. ഓപ്ഷൻ എ ഇംറുൽ ഖൈസ്, ഓപ്ഷൻ ബി നാബിഗത്തു ദുബിയാനി, ഓപ്ഷൻ സി അബൂ ബസീർ മൈമൂനുൽ അഴ്ഷ, ഓപ്ഷൻ ഡി ത്വർഫത്ത് ബിൻ അൽ അബ്ദ്.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇംറുൽ ഖൈസ്. ഇംറുൽ ഖൈസ് ആണ് ആദ്യമായി അവശിഷ്ടങ്ങളെക്കുറിച്ചും തൻ്റെ പ്രണയിനിയുടെ വീടുകളെക്കുറിച്ചും ഓർത്ത് കരഞ്ഞതും കവിത പാടിയതും ആദ്യമായി കൊണ്ട് സ്ത്രീകളെ വർണ്ണിച്ച് കവിത പാടിയതും. അടുത്ത ചോദ്യം, മനിൽ ഖായിൽ താഴെ കൊടുത്ത ബൈത്തിന്റെ ഉടമ ആരാണ്? ഫഇൻ കുൻതി ലാ തസ്തതിഅ ദഫ്അ മനിയത്തി ഫദഅനി ഉബാദിറുഹാ ബിമാ മലക്കത് യദയ്യ. ഓപ്ഷൻ എ അൽ അഖ്തൽ, ഓപ്ഷൻ ബി ജരീർ, ഓപ്ഷൻ സി അൽ ഫറസ്ദഖ്, ഓപ്ഷൻ ഡി ത്വർഫത്ത് ഇബ്നുൽ അബ്ദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ത്വർഫത്ത് ഇബ്നുൽ അബ്ദ് ആണ്. അദ്ദേഹം ഈ ഒരു വരികളിലൂടെ പറയുന്നത്, ഫഇൻ കുൻത ലാ തസ്തതിഅ ദഫ്അ മനിയത്തി, എന്റെ മരണത്തെ തടയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഫദഅനി എന്നെ നിങ്ങൾ വിട്ടേക്കുക, ഉബാദിറുഹാ ബിമാ മലക്തു യദയ്യ എന്റെ കയ്യിലുള്ളത് ചിലവാക്കാൻ വേണ്ടി ഞാൻ ധൃതി കാണിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ മരണം എന്നുള്ളത് ആർക്കും തടയാൻ കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിതം വളരെയധികം ആസ്വദിക്കുന്നത് ആരും തടയരുത്. പിശുക്ക് കാണിച്ചോ സമ്പത്ത് ചിലവഴിക്കാതെയോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആസ്വാദനമെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് മരണപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ചോദ്യം, മനിൽ ഖായിൽ താഴെ കൊടുത്ത ബൈത്ത് ആരുടേതാണ്? ബിഅന്നാ നൂരിദുർ റായാത്തി ബീലൻ വനസ്ദുറുഹുന്ന ഹംറൻ ഖദ് റുവൈന. ഓപ്ഷൻ എ അംറു ബിൻ കുൽസൂം, ഓപ്ഷൻ ബി ഉമർ ബിൻ അബി റബീഅ, ഓപ്ഷൻ സി ഇംറുൽ ഖൈസ്, ഓപ്ഷൻ ഡി അൽ മുത്തനബ്ബി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അംറു ബിൻ കുൽസൂം ആണ്. അംറു ബിൻ കുൽസൂം ഈ ഒരു ബൈത്തിലൂടെ പറയുന്നത്, തീർച്ചയായും ഞങ്ങൾ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടിരുന്നത് വെള്ള സമാധാനത്തിന്റെ പതാകയുമായിട്ടാണ്. എന്നാൽ അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെടുന്നത് ചുവന്ന നിറത്തിലുള്ള പതാകയായിട്ടാണ്. അതിന്റെ കാരണം ശത്രുക്കളോടുള്ള ഞങ്ങളുടെ പകയെല്ലാം തീർത്ത് ഞങ്ങളുടെ ദാഹം ശമിച്ചിട്ടാണ് ശത്രുക്കളെയെല്ലാം കൊന്നൊടുക്കിയിട്ട് ചുവന്ന നിറത്തിലുള്ള പതാകയുമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അടുത്ത ചോദ്യം, ഇദാ കാന ബഅ്ളുൽ മാൽ റബ്ബൻ ലി അഹ്ലിഹി ഫഇന്നി ബിഹംദില്ലാഹി മാലി മുഅബദി. മനിൽ ഖായിൽ ഈ ഒരു ബൈത്തിന്റെ ഉടമ ആരാണ്? ഓപ്ഷൻ എ കഅബ് ബിൻ സുഹൈർ, ഓപ്ഷൻ ബി സുഹൈർ ബിൻ അബി സലമ, ഓപ്ഷൻ സി ഹാത്തിം ത്വാഇ, ഓപ്ഷൻ ഡി ഹസ്സാൻ ബിൻ സാബിത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഹാത്തിം ത്വാഇ ആണ്. ഹാത്തിം ത്വാഇ ഒരുപാട് ഔദാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, ഇദാ കാന ബഅ്ളുൽ മാലി റബ്ബൻ ലി അഹ്ലിഹി, ചില ആളുകളുടെ സമ്പത്ത് എന്ന് പറയുന്നത്, ചില സമ്പത്തെല്ലാം ചില ആളുകൾക്ക് അവരുടെ സയ്യിദാണ്, അവരുടെ യജമാനനാണ്, അവരുടെ രക്ഷിതാവാണ്. എന്നാൽ ഫഇന്നി ബിഹംദില്ല, അള്ളാഹുവിൻ്റെ ഫളല് കാരണം, അള്ളാഹുവിൻ്റെ സ്തുതി കാരണം, മാലി മുഅബ്ബദി, എനിക്ക് ഒരിക്കലും സമ്പത്ത് എന്ന് പറയുന്നത് എൻ്റെ യജമാനനല്ല, എൻ്റെ അടിമയാണ്. ചില ആളുകൾ അവരുടെ യജമാനനായിട്ട് സമ്പത്തിനെ കാണുകയും സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുകയും അതുപോലെ തന്നെ അസ്വസ്ഥമായ ജീവിതമാണ് നയിക്കുന്നത്. എന്നാൽ അള്ളാഹു തആലയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ സമ്പത്തിനെ കാണുന്നത്. സമ്പത്ത് ഒരിക്കലും എൻ്റെ യജമാനനല്ല, എൻ്റെ അടിമയായിട്ടാണ് കാണുന്നത്. അത് നല്ല രൂപത്തിൽ നന്മക്കായി ഞാൻ ചിലവഴിക്കുന്നുണ്ട് എന്നാണ് ഹാത്തിം ത്വാഇ പറയുന്നത്. അടുത്ത ചോദ്യം, ഷാഇറുൻ ജാഹിലിയുൻ മിൻ റുഅസായി സഖീഫ് നബദൽ അസ്നാം വദഅ ഇല തൗഹീദ്. ജാഹിലിയ കാലഘട്ടത്തിലെ സഖീഫ് ഗോത്രത്തിന്റെ നേതാക്കന്മാരിൽപ്പെട്ട ഒരു കവിയാണ്. അദ്ദേഹം വിഗ്രഹങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ഏകദൈവ വിശ്വാസത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ കഅബ് ബിൻ സുഹൈർ, ഓപ്ഷൻ ബി സുഹൈർ ബിൻ അബി സലമ, ഓപ്ഷൻ സി ഉമയ്യത്ത് ബിൻ അബി സുൽത്ത്,
ഓപ്ഷൻ ഡി ഹസ്സാൻ ബിൻ സാബിത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഉമയ്യത്ത് ബിൻ അബി സുൽത്താൻ. അടുത്ത ചോദ്യം, മിൻ സുഅമായി തഗ്ലബ് ഷാഇറുൻ ജാഹിലി നസ്രാനി മിൻ ഷുഅറാഇൽ മുഅല്ലഖാത്ത്. മുഅല്ലഖ കവികളിൽപ്പെട്ട ക്രിസ്തുമത വിശ്വാസിയായ ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു കവിയാണ്. അദ്ദേഹം തഗ്ലബ് ഗോത്രത്തിന്റെ നേതാക്കന്മാരിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. ഓപ്ഷൻ എ ഇമ്രുൽ ഖൈസ്, ഓപ്ഷൻ ബി ത്വർഫത്ത് ബിൻ അബ്ദ്, ഓപ്ഷൻ സി സമൗഅൽ ബിൻ അദിയ, ഓപ്ഷൻ ഡി അംർ ബിൻ കുൽസൂം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അംർ ബിൻ കുൽസൂം ആണ്. അടുത്ത ചോദ്യം, ലൈസു മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത്. താഴെ കൊടുത്തതിൽ ആരാണ് മുഅല്ലഖ കവികളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ത്വർഫത്ത് ബിൻ അബ്ദ്, ഓപ്ഷൻ ബി അംർ ബിൻ കുൽസൂം, ഓപ്ഷൻ സി ഉമർ ബിൻ അബി റബീഅ, ഓപ്ഷൻ ഡി ലബീദ് ബിൻ റബീഅ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഉമർ ബിൻ അബി റബീഅയാണ്. ഉമർ ബിൻ അബി റബീഅ ഉമവി കാലഘട്ടത്തിലെ ഒരു പ്രശസ്തനായ കവിയാണ്. അടുത്ത ചോദ്യം, മിൻ കിബാരി ഷുഅറാഇൽ ജാഹിലീൻ. ജാഹിലിയ കാലഘട്ടത്തിലെ കവികളിൽ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തികൾപ്പെടുന്ന കവി ആരാണ്? ഓപ്ഷൻ എ അഴ്ഷാം ഖൈസ്, ഓപ്ഷൻ ബി അബുൽ അലാ അൽ മഅരി, ഓപ്ഷൻ സി മഹ്മൂദ് സാമി അൽ ബാറൂദി, ഓപ്ഷൻ ഡി സ്വലാഹ് അബ്ദുസ്സബൂർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അഴ്ഷാം ഖൈസ് ആണ്. അബുൽ അലാ അൽ മഅരി അബ്ബാസി കാലഘട്ടത്തിലെ കവിയാണ്. മഹ്മൂദ് സാമി അൽ ബാറൂദിയും സ്വലാഹ് അബ്ദുസ്സബൂറും ആധുനിക കാലഘട്ടത്തിലെ കവികളാണ്. അടുത്ത ചോദ്യം, ലഹു ഐത്വല ലിബി വസാഖാനി ആമ വ ഇർഹാഉ സിർഹാൻ വ തഖരീബ തൻഫുലി. ഫി ഹാദ ഷിർ കലിമത്തു ഐത്വല തഅനി ബി. ലഹു ഐത്വല ലിബി വസാഖാനി ആമ വ ഇർഹാഉ സിർഹാൻ വ തഖരീബ തൻഫുലി എന്നുള്ളത് ഇമ്രുൽ ഖൈസിന്റെ കവിതയിൽപ്പെട്ട ഒരു വരിയാണ്. ഇവിടെ ഐത്വല എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അൽ ജാനിബാനി ലിൽ ഖാസിറ, അരക്കെട്ടിന്റെ രണ്ട് ഭാഗങ്ങൾ. ഓപ്ഷൻ ബി ലുൽഫ്, കുളമ്പ്, ഓപ്ഷൻ സി ഉദുന്, ചെവി, ഓപ്ഷൻ ഡി അൽ ഖർനാനി, രണ്ട് കൊമ്പുകൾ. ഇമ്രുൽ ഖൈസ് ഈ ഒരു ബൈത്തിലൂടെ കുതിരയെയാണ് വിശേഷിപ്പിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അൽ ജാനിബാനി ലിൽ ഖാസിറ എന്നുള്ളതാണ്. അതായത് മാനുകളെ പോലെ രണ്ട് മെലിഞ്ഞ അരക്കെട്ടുകൾ ഈ ഒരു കുതിരക്കുണ്ട്. വസാഖാനി ആമ, ഒട്ടകപക്ഷിയുടേതുപോലെ വളരെ ചെറുതായ ശക്തമായ കാലുകളുണ്ട്. വ ഇർഹാഉ സിർഹാൻ, ചെന്നായെപ്പോലെ വളരെ വേഗതയുണ്ട്. വ തഖരീബ തൻഫുലി, തൻഫുൽ എന്ന് പറയുന്നത് വലതു സഅലബാണ്, കുറുക്കന്റെ കുഞ്ഞിനാണ്. കുറുക്കന്റെ കുഞ്ഞുകള് ഓടുന്നത് പോലെ അവരുടെ കാലുകൾ കൈയിന്റെ സ്ഥാനത്തേക്ക് എത്തുന്ന രൂപത്തിൽ വളരെ വേഗതയും ഉണ്ട്. ഇവിടെ ഐത്വല എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ജാനിബാനി ലിൽ ഖാസിറ എന്നുള്ളതാണ്. രണ്ട് ഭാഗങ്ങൾ, മെലിഞ്ഞ രണ്ട് ഭാഗങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അരക്കെട്ടിന്റെ ഭാഗം. അടുത്ത ചോദ്യം, വ കുന്ന ഇദൽ ജബ്ബാറ സഅറ ഖദ്ദുഹു അഖംനാ ലഹു മിൻ ഖദ്ദിഹി ഫതഖവ്വുമ. ഈ ഒരു ബൈത്ത് ആരുടേതാണ്? ഓപ്ഷൻ എ ത്വർഫത്ത് ബിൻ അബ്ദ്, ഓപ്ഷൻ ബി അൽ മുത്തലമ്മിസ് ജരീർ ബിൻ അബ്ദുൽ അസ്സ, ഓപ്ഷൻ സി അഴ്ഷാ ഖൈസ്, ഓപ്ഷൻ ഡി ഹസ്സാൻ ബിൻ സാബിത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അൽ മുത്തലമ്മിസ് ആണ്. മുത്തലമ്മിസിന്റെ ബൈത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ
ഫുൾ നെയിമാണ് ജരീർ ഇബ്നു അബ്ദുൽ അസ്സ എന്ന്. മറ്റൊരു അഭിപ്രായം ജരീർ ഇബ്നു അബ്ദുൽ മസീഹ് എന്നുള്ളതാണ്. രണ്ടുപേരും ശ്രദ്ധിക്കണം. അൽ മുത്തലമ്മിസിന്റെ ഫുൾ നെയിമാണ് ജരീർ ഇബ്നു അബ്ദുൽ അസ്സ അല്ലെങ്കിൽ ജരീർ ഇബ്നു അബ്ദുൽ മസീഹ് എന്നുള്ളത്. ഇവിടെ അദ്ദേഹം പറയുന്നത് അഹങ്കാരത്തോടു കൂടി തൻ്റെ മുഖം അല്ലെങ്കിൽ കവിളുകൾ തിരിച്ചു കളയുന്നത് ആരാണോ അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ അഖംനാ ലഹു മിൻ ഖദ്ദിഹി ഫതഖവുമ, ഞങ്ങൾ നിർബന്ധിതരാക്കി അവരെ ആ തിരിച്ച മുഖം അല്ലെങ്കിൽ ആ തിരിച്ച കവിള് നേരെയാക്കുന്നത് വരെ ഞങ്ങൾ പ്രവർത്തിക്കും. അടുത്ത ചോദ്യം, വല്ലാഹി ലഇൻ അതാ മുഹമ്മദൻ വ അത്ബഅഹു ലയദ്രിമന്ന അലൈക്കും നീറാനൽ അറബ് ബിശഅരിഹി മനില്ലദീ ഖീല ഫീഹി ഹാദൽ കലാം. ഈ ഒരു സംസാരം ആരെ പറ്റിയാണ് പറയുന്നത്? അള്ളാഹു ആണ് സത്യം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതയുടെ പ്രശസ്തി കാരണം അറബികൾ അവരുടെ ദേഷ്യം മുഴുവനും നിങ്ങളുടെ മേൽ, നിങ്ങൾ ഈ ഖുറൈശികളുടെ മേൽ തീർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹം പോവുകയും നബിയെ മദ്ഹ് ചെയ്യുകയും കണ്ടാൽ അറബികൾക്ക് ഖുറൈശി ഗോത്രത്തോട് ദേഷ്യം തോന്നുകയും നിങ്ങളെ അവർ ഉപദ്രവിക്കുകയും ചെയ്യും. ഏത് കവിയെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ ഹസ്സാൻ ഇബ്നു സാബിത്, ഓപ്ഷൻ ബി കഅബ് ഇബ്നു സുഹൈർ, ഓപ്ഷൻ സി അൻതർത്ത് ഇബ്നു ഷദ്ദാദ്, ഓപ്ഷൻ ഡി ആയിഷ ഖൈസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആയിഷ ഖൈസ് ആണ്. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ആയിഷയ്ക്ക് 100 ഒട്ടകം കൊടുക്കുകയും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കേക്ക് പോവാതെ മടങ്ങി പോവുകയും അങ്ങനെ വഴിയിൽ വെച്ച് ഒരു ഒട്ടകം അദ്ദേഹത്തെ വലിച്ചെറിയുകയും കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, അൽഹംദുലില്ലാ ഇദ് ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല ഖാലഹു. അള്ളാഹുവിനാണ് സർവസ്തുതിയും, ഇസ്ലാമിൽ നിന്നുള്ള വസ്ത്രം അണിഞ്ഞിട്ടല്ലാതെ എൻ്റെ അവധി എത്തിയിട്ടില്ല, ഞാൻ മരിച്ചിട്ടില്ല, അതിന് അള്ളാഹുവിനോട് സർവസ്തുതിയും എന്ന് പറയുകയാണ്. ആരാണ് ഈ കവി? ഓപ്ഷൻ എ കഅബ് ഇബ്നു സുഹൈർ, ഓപ്ഷൻ ബി ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത്, ഓപ്ഷൻ സി സുഹൈർ ബിൻ അബി സലമ, ഓപ്ഷൻ ഡി ലബീദ് ബിൻ റബീഅ. കറക്റ്റ് ആൻസർ ലബീദ് ബിൻ റബീഅയാണ്. ലബീദ് ബിൻ റബീഅ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരേ ഒരു ബൈത്ത് മാത്രമേ അദ്ദേഹം പാടിയിട്ടുള്ളൂ. ആ ഒരു ബൈത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അൽഹംദുലില്ലാ ഇദ് ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല എന്നുള്ളത്. ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും.